ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് അനൻ. നമ്മുടെ 5.1 ആംപ്ലിഫയറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത സറൗണ്ട് സ്പീക്കേഴ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ സറൗണ്ട് സ്പീക്കറിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ബോസ്റ്റൺ അക്കോസ്റ്റിക്സിൻ്റെ HQ48414P എന്ന ഒരു ഫുൾ റേഞ്ച് സ്പീക്കറാണ്. എന്തുകൊണ്ടാണ് ഈ സ്പീക്കർ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയാം. ബിക്കോസ് ഇത് വളരെ നല്ലൊരു ഫുൾ റേഞ്ച് സ്പീക്കറാണ്. അതായത് നമ്മുടെ ഓഡിയോ സ്പെക്ട്രത്തിൻ്റെ ആൾമോസ്റ്റ് ഒരു ബോട്ടം ലെവൽ വരെ ഇത് കവർ ചെയ്യും. ഓൺലി പ്രോബ്ലം നമുക്ക് ബേസിൻ്റെ സപ്പോർട്ട് അധികം ഉണ്ടാവില്ല എന്നുള്ളൂ. പക്ഷേ ഹൈ ഫ്രീക്വൻസി ഒരു 17,000 ഹെർട്സ് വരെയൊക്കെ നല്ല ഹൈ ഫ്രീക്വൻസി പെർഫോമൻസ് ആണ് ഇത് കൊടുക്കുന്നത്. ബിക്കോസ് ഇതിൻ്റെ ഒരു വിസർകോൺ ഉണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു ട്വീറ്റർ പെർഫോമൻസും കൂടി കിട്ടും. അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ട്വീറ്റർ വെക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതിൽ. പിന്നെ ഇതിന് വളരെ ചീപ്പാണ്. ജസ്റ്റ് 400 റുപ്പീസാണ് ഈ സ്പീക്കറിന് വരുന്നത്. പക്ഷേ അതിൽ കിട്ടുന്ന സൗണ്ട് ക്വാളിറ്റി, ബിക്കോസ് ഇത് ഈവൻ 1 ലാക്ക് വിലയുള്ള സ്പീക്കറിൽ വിൽക്കുന്ന സ്പീക്കറിൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രൈവാണിത്. നമ്മുടെ തന്നെ നാട്ടിലുണ്ടാക്കുന്ന ഒരു ഫേമസ് യൂറോപ്പിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി വരെ യൂസ് ചെയ്യുന്ന ഒരു സ്പീക്കറാണിത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ബോസ്റ്റൺ അക്കോസ്റ്റിക്സിൻ്റെ സ്പീക്കർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. പണ്ട് ഇത് ഫിലിപ്സ് ഹൈക്യൂ എന്ന പേരിലാണ് വന്നിരുന്നത്. പിന്നെ അതിനെ ബോസ്റ്റൺ അവരെടുത്തു. അപ്പോൾ ഈ ഹൈക്യൂ ടൈപ്പ് സ്പീക്കേഴ്സ് നിങ്ങൾക്ക് കിട്ടും. വളരെ നല്ലതാണ്. അപ്പോൾ ബേസിന് കുറച്ച് കുറവാണെങ്കിലും നമ്മൾ 5.1 സിസ്റ്റത്തിൽ വെക്കുമ്പോൾ 5.1 സിസ്റ്റത്തിലെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ബേസ് എല്ലാം 5 ചാനലിലെയും ബേസ് അത് ഫിൽട്ടർ ചെയ്തിട്ട് അത് സബ് വൂഫറിലേക്ക് വിടും. അപ്പോൾ 5 ചാനലിലും നമുക്ക് വളരെയധികം ലോ, അതായത് ഒരു 120 ഹെർട്സിന് താഴേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു 120 ഹെർട്സ് വരെ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് ഇതുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ വളരെ ഒരു വില കുറഞ്ഞ ടൈപ്പ് നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സ്പീക്കർ ഡിസൈനിങ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇതിൻ്റെ TS പാരാമീറ്റേഴ്സ് എൻ്റെ കയ്യിലില്ല. TS പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. TS പാരാമീറ്റേഴ്സ് വെച്ചിട്ട് കറക്റ്റ് ബോക്സ് വേണമെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. പക്ഷേ ഇതൊരു മ്യൂസിക് പർപ്പസ് അല്ല, നമ്മൾ ഒരു മൂവി പർപ്പസ് ആയതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. ഞാൻ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ബോക്സ് യൂസ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ബോക്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബോക്സാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ജസ്റ്റ് 170 റുപ്പീസേ വിലയുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിൽ നമ്മുടെ സ്പീക്കർ വെച്ചിട്ട് നമ്മൾ സ്പീക്കർ ഇങ്ങനെ വെച്ചിട്ട് ഇത് സ്ക്രൂ ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഇതിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. നമ്മുടെ വയേഴ്സ് ഇതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് ഇതിനുള്ള ബാക്കിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് കാണാം, ആ ഹോൾ ഇട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ആ ഹോളിൽ കൂടെ നമ്മൾ നമ്മുടെ വയർ പുറത്തേക്ക് എടുക്കുന്നു. അത്രേ ആവശ്യമുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ തയ്യാറാക്കാൻ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിൽ 1 mm സ്പീക്കർ വയറാണ് വാങ്ങിയിരിക്കുന്നത്. 1.5 mm കിട്ടും. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇത് തന്നെ ധാരാളം മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ സ്പീക്കർ വയർ കിട്ടും. ഇതിൻ്റെ ഒരു സൈഡിലൊരു റെഡ് മാർക്കിംഗ് ഉണ്ടാവും. അത് നമ്മുടെ സ്പീക്കറിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുക. നമ്മുടെ സ്പീക്കേഴ്സിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വയർ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്, ഇവിടെ ഒരു കെട്ടിടണം, അല്ലെങ്കിൽ നമ്മൾ സ്പീക്കർ വലിക്കുമ്പോൾ അത് ബാക്കിലേക്ക് പോകും. അപ്പോൾ നമ്മളിത് എടുത്തിട്ട് ഒരു ചെറിയൊരു കെട്ടിടുക. അത് നമ്മുടെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇത് വലിക്കുമ്പോൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിവിടെ കട്ട് ചെയ്തിട്ട് സ്പീക്കറിലേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതിൻ്റെ വയർ ഫിറ്റ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് നെഗറ്റീവും മാറിപ്പോകാണ്ടിരിക്കാൻ ഒന്നുകൂടി ശ്രദ്ധിക്കണം. നമ്മളത് പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ ഇതിലേക്ക് ഇടാം. അപ്പോൾ നമ്മളിത് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമ്മുടെ അടുത്ത സ്പീക്കറും നമുക്ക് ഇതുപോലെ സോൾഡർ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ സ്ക്രൂസ് പിടിപ്പിക്കണം. ഇത് സെൽഫ് ഡ്രൈവിംഗ് സ്ക്രൂസ് ആണ്. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് തുളയ്ക്കാണ്ട് തന്നെ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കയറ്റാൻ പറ്റും. നല്ല ബലമുള്ളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ടൈറ്റൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് സ്ക്രൂസ് പിടിപ്പിക്കാം. അപ്പോൾ നമ്മളുടെ ബോർഡ് ഇത് റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സറൗണ്ട് സൗണ്ട് റെഡിയായി. അപ്പോൾ നമുക്ക് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു സറൗണ്ട് സൗണ്ടാണ്.